ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ സുപ്രധാന തീരുമാനങ്ങളുമായി സുപ്രീം കോടതി. ജഡ്ജിമാർക്ക് കാർ പൂളിംഗ്. കോടതി ജീവനക്കാരിൽ 505 പേർക്ക് 2 ദിവസം വർക്ക് ഫ്രം ഹോം. ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളൊക്കെ തന്നെ നിയന്ത്രണങ്ങളിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് എങ്ങനെയാണ് നിയന്ത്രണങ്ങളോട് സഹകരിച്ച് ഉള്ള നടപടികളിലേക്ക് കടക്കുന്നത്? ബാലു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന് നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജഡ്ജിമാരും അതിനിർണായകമായ ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് കാർ പൂളിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. അതായത് അടുത്തടുത്ത് താമസിക്കുന്ന ജഡ്ജിമാർ കോടതികളിലേക്ക് എത്തുമ്പോൾ ഇനി വ്യത്യസ്തമായ കാറുകളിൽ വരില്ല. പകരം ഈ ജഡ്ജിമാർ പരസ്പരം, അതായത് ഒരേ വാഹനത്തിൽ ഒന്നിലധികം ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ എത്തുമെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് വളരെ സുപ്രധാനമായ കാര്യമാണ്. കാരണം സമീപകാലത്തൊന്നും തന്നെ, കോവിഡിന്റെ കാലത്ത് പോലും ഈ കാർ പൂളിംഗിലേക്ക് ജഡ്ജിമാർ കടന്നിരുന്നില്ല. ഇതാദ്യമായാണ് സമീപകാലത്ത് കാർ പൂളിംഗ് സംവിധാനം ഏർപ്പെടുത്തുവാൻ വേണ്ടി ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ മറ്റു ചില നടപടികൾ കൂടി ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ ഇനി കോടതിയിൽ നേരിട്ട് വാദം കേൾക്കൽ ഉണ്ടാകില്ല, മറിച്ച് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ മാത്രമേ വാദം കേൾക്കൽ ഉണ്ടാകുകയുള്ളൂ. അതായത് അഭിഭാഷകരും മറ്റും കോടതിയിൽ എത്തുമ്പോൾ വാഹനങ്ങളും മറ്റും ഉപയോഗിക്കുക വഴി ഉണ്ടാകുന്ന ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് വളരെ നിർണായകമായി നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. കോടതിയിലെ 50% ജീവനക്കാർക്ക് 2 ദിവസം, ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം എന്ന നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സുപ്രീം കോടതിയിലാണ് ഏർപ്പെടുത്തുന്നതെങ്കിലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാജ്യത്തെ വിവിധ ഹൈക്കോടതികളോട് സമാനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സുപ്രീം കോടതിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ചീഫ് ജസ്റ്റിസിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം ഉൾപ്പെടെയുള്ള വിവിധ ഹൈക്കോടതികൾ സമാനമായ തീരുമാനം വരും ദിവസങ്ങളിൽ തന്നെ നടപ്പാക്കാനാണ് സാധ്യത.